ദേവൂന്ന് പശു വിളിക്കണല്ലോ. ദേഷ്യത്തോടെ ഡീന്ന് വിളിച്ചാൽ അതെ, ഓ അത് ലിറ്ററലി സെയിം തന്നെ. പറ്റില്ല. വേറെ മലയാളികൾ ഓഫ് ലേറ്റ് എത്രത്തോളം അങ്ങോട്ട് വിശേഷം ചോദിച്ചും തിരിച്ച് വിശേഷം പറഞ്ഞ രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാത്യു, ദേവിക, വെൽക്കം ടു റേഡിയോ മാംഗോ. സുഖമാണോ? സുഖമാണ്. അത് തന്നെയാണ് നമ്മുടെ സിനിമ. അപ്പോ എന്താണ് ഈ പേര്? അതാണ് പ്രൈമറി കൺഫ്യൂഷൻ നമുക്ക്. എന്തുകൊണ്ടാണ് ഈ പേര്? എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇതാണ് ടൈറ്റിൽ. ഞാനും ചോദിച്ചാൽ അല്ല, ഇപ്പൊ ഡയറക്ടർ ഇരുന്ന് കൺസീവ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇതിലെ 3 ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, ദേവിക ചെയ്യുന്ന, ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന, ഇവരുടെ 3 പേരുടെയും ലൈഫില് ഈ ചോദ്യം ചോദിക്കാൻ ആരും ഇല്ല പ്രസന്റില്. അപ്പൊ അത്ര സുഖകരമല്ലാത്തൊരു ജീവിതവും, സുഖകരമല്ലാത്ത ഇൻ സെൻസ് ഇവർക്ക് പ്രത്യേകിച്ച് ഇവരുടെ വിഷമങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനോ ഒന്നും ലൈഫിൽ ആരും ഇല്ല. അല്ലെങ്കിൽ ഇവർക്കൊരു ബിലോങ്ങിങ് തോന്നണയോ അങ്ങനെ പറയത്തക്ക കാര്യമില്ല. അപ്പൊ ഇവരത് ഫൈൻഡ് ചെയ്യുക. അപ്പൊ സുഖമാണോ എന്നുള്ളതൊരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് പുള്ളി കൺസീവ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഇസ് ലൈക്ക് ആൻസർ. അവര് അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവർക്ക് എന്താ പറയാ ഫോം ചെയ്യുന്നതിന്. അതെ, യെസ്, അങ്ങനത്തെ ഒരു അത് നല്ല പെർസ്പെക്റ്റീവ് ആണ്. ഞാൻ ചോദിക്കാതിരിക്കുക, കാരണം സാധാരണ ചോദ്യമായിട്ട് വേണമെങ്കിൽ ഇടാം. ഇപ്പൊ ചോദ്യം ടൈറ്റിൽ തന്നെയാണ്. അപ്പം ഒരു ഫാന്റസി ഫീൽ ഗുഡ് പടമാണോ ഇത്? ഫാന്റസി എന്ന് പറഞ്ഞ ഒരു ചെറിയ എലമെന്റ് മാത്രമേ ഉള്ളൂ. അതിനെ എങ്ങനെ വേണമെങ്കിലും അത് ഭയങ്കര ഓപ്പൺ എൻഡഡ് ഇതായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പൊ ട്രെയിലറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറക്ട്ലി ഒരു സർവമായോ അതിന്റെയൊക്കെ ഒരു ഇതൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഈ ക്യാരക്ടറിന്റെ ഈ പറഞ്ഞ പോലെ ഡെലൂഷൻ ആവാം, അല്ലെങ്കിൽ ശരിക്കും ഇതാണ് ഇനി ഡെലുലു. ദേവികാണോ ഡെലുലു? അല്ലല്ല, അങ്ങനെ ആ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഇല്ല. ഇല്ല. അതെ, മേക്ക് ബിലീഫ്. അതെ, എല്ലാവരും ഭയങ്കര ഒരു ഇന്റലക്ച്വലി ഡീപ് ക്വസ്റ്റ്യനും കൂടെയാണ്. സുഖമാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരവും ആണ്. അപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ആസ് ഇൻഡിവിജ്വൽസ് നിങ്ങളോട് ഇങ്ങനെ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു കുഴപ്പമില്ല, ആ ഒരു സാധനമാണല്ലോ. നിങ്ങളുടെ ഒരു ഗോ ടു ആൻസേഴ്സ് എന്തായിരിക്കും? ഞാൻ എനിക്ക് തോന്നുന്നു യൂഷ്വലി കുഴപ്പമില്ല അതാണ് ചെയ്തത്. ഓക്കെ, ദേവികയോ? ആസ് ഓഫ് നൗ ട്രെയിലർ കണ്ടപ്പോഴത്തേനും മൊത്തം കിളിപാറയാണ്, ഫുൾ കൺഫ്യൂഷൻ ആണ്. അപ്പം ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് തിയോ. തിയോ ഇപ്പൊ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഇവന്റേതല്ലാത്ത കാരണങ്ങളാൽ ചെറുപ്പം മുതലേ ആരുമില്ല. ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് ഫാദർ മരിച്ചു. കുറച്ച് വലിയ വീട്ടിൽ ഇവൻ ഒറ്റയ്ക്ക. അപ്പൊ ചെറിയൊരു ജോലിയുണ്ട്. അപ്പൊ ഇവൻ അങ്ങനെ പറഞ്ഞ പോലെ സംസാരിക്കും. അപ്പൊ ഇവൻ പുറത്തൊക്കെ പോകുമ്പോ ഇവൻ കാണുന്നത് ഇപ്പൊ ഇവന്റെ വീടിന്റെ അടുത്തൊരു ബീച്ചുണ്ട്. അപ്പൊ ബീച്ചിൽ നോക്കുമ്പോ അവിടെ ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. കഫേ പോകുമ്പോ ഒരു കപ്പിൾസ് ഇരുന്ന് അവരുടെ ഒരു മൊമെന്റ് കാണുന്നു. അപ്പൊ ഇവൻ ആലോചിക്കുകയാണ് എനിക്കും എന്റെ ലൈഫിൽ ഇതൊക്കെ വേണം. അപ്പൊ ഇവൻ അതിനുവേണ്ടി ഈ ലോൺലിനെസിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് അവന്റേതായ ഒരു സന്തോഷം, അവന്റേതായ ഒരു ഫാമിലിയൊക്കെ കണ്ടെത്താൻ നോക്കും. വൈൽഡ് ഗോ അവൻ ജഗദീഷ് ചേട്ടന്റെ ട്രൈപ്പ്, ചാരു, ഇവരെയൊക്കെ മീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ആക്ച്വൽ കണക്ഷൻ, ട്രൂ കണക്ഷൻസ് ഇട്ട് ഒരു ബോണ്ടിങ് തന്നെ എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫില് ലോണറാ. ഫസ്റ്റ് ഹാഫ് ലോണറാണ്, ഫുള്ളി ലോണർ അല്ല. ഈ ഒരു ഫാന്റസി എലിമെന്റ് കിക്സ് ഇൻ. ലൈക്ക് ഒരു 10 minutes into the film, this kicks in. He's still loner, but ഇത് വരുന്നോണ്ട് ഒരു ഇതുണ്ട്, ഒരു ചെറിയ ഒരു ബട്ട് റിയലിസ്റ്റിക്കലി ആട്ടോ. ഭയങ്കര ഫാന്റസി ഇല്ല, ഭയങ്കര റൂട്ടഡ് ആയിട്ട് തന്നെ ഈ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഒക്കെ. ദേവികയുടെ ക്യാരക്ടർ പേര് ചാരു എന്നാണ്. ഏത് കണ്ടീഷനിലാണെങ്കിലും ആരെങ്കിലൊക്കെ വേണം, നമ്മുടെ ചുറ്റും ആരെങ്കിലൊക്കെ വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം വരുന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൽ നിന്ന് ചാരു വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കണക്ഷൻസ് ഒക്കെ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലൊക്കെ എത്തുക. പിന്നെ ആ ഒരു ജേർണി എങ്ങനെയാന്നുള്ളതാണ് പ്രൈമറിലി. ഭയങ്കര അൺകൺവെൻഷണൽ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പല ഇൻഡിവിജ്വൽസ് ഇപ്പൊ ട്രെയിലർ കണ്ടതുപോലെ പല ഇൻഡിവിജ്വൽസ് മീറ്റ് ചെയ്ത് അവരവരുടെ ഒരു ജേർണി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കും ഇതേപോലെ എന്താ പറയാ, പുള്ളിയുടെ ഫാമിലിയിൽ ഇതുപോലത്തെ വേറെ കുറച്ച് സിറ്റുവേഷൻ വന്ന പുള്ളിക്കും ആരുമില്ല പ്രശ്നം. പുള്ളി ഭയങ്കര കോയിൻസിഡന്റലിയാണ് എന്റെ ലൈഫിൽ തന്നെ വി ബോത്ത് മീറ്റ് ചാരു. അപ്പൊ എന്നിട്ട് ഇവര് 3 പേരും എങ്ങനെയാണ് ഒരു നാവിഗേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. നേരത്തെ പേര് പറഞ്ഞപ്പോഴാണ് ട്രെയിലറിലുള്ള ഒരു ബിറ്റാണ്
തിയോ മെന്റൽ എന്ന് വിളിക്കുമ്പോ തിയോ എന്ന് പറഞ്ഞ് തിരുത്തി അടിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നിക് നെയിംസ് ചെല്ലപ്പേര് ലാളിത്യത്തോടെ വിളിക്കുന്നത്? എനിക്ക് ലൈഫില് നിക് നെയിംസ് ഇല്ല. അതുകൊണ്ട് ആരും വിളിച്ചാൽ രോഷാകുലനാവില്ല. വിഷയമില്ല. ദേവിക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്നെ ദേവു എന്ന് വിളിക്കും മോസ്റ്റ്ലി. വീട്ടില് ദേവു എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ എന്റെ മണ്ടത്തരത്തിന് ഇൻസ്റ്റഗ്രാമില് ദേവു എന്ന് പണ്ട് 2018 ബുദ്ധി ഇല്ലാത്ത സമയത്ത് _._ ഒക്കെ ഇട്ട് പിന്നെ അത് വെരിഫൈ ആയതിനു ശേഷം നമുക്ക് യൂസർ നെയിം മാറ്റാൻ പറ്റില്ല. പറ്റോ? നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ എന്റെ അറിവിൽ ഇത്രയും കാലം അത് മാറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇനി മാറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര അലങ്കരിച്ചിട്ടതിന്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ അതുകൊണ്ട് ദേവൂന്ന് അപ്പോഴേ ഇട്ടത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ ദേവു എന്ന് വിളിച്ച് ശീലമായിട്ടുണ്ട് അതിന് ശേഷം. വിച്ച് ഇസ് വെരി നൈസ്. ഇറ്റ് ഫീൽസ് ലൈക്ക് എല്ലാരും എനിക്ക് അറിയുന്ന ആൾക്കാരെ പോലെ. പിന്നെ ഡി എന്ന് വിളിക്കും. എന്റെ ബാംഗ്ലൂർ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേരൊക്കെ ഡി എന്ന് വിളിക്കും. അതായത് മറ്റേ ദേശത്തോടെ ഡി എന്ന് അതെ. ഓ അല്ല, ഞാൻ ദേശത്തോടെ വിളിക്കും. ഓ ഞാനിപ്പം അതാ ദേവൂന്ന് ഇപ്പം വിളിക്കുമല്ലോ. ഞാൻ ഇപ്പം ഇടയ്ക്ക് ആലോചിച്ചതാ, സുഗമോ ദേവി പാടാറുണ്ടോ ആളുകൾ ഈ പേര് വെച്ചിട്ട് സാമ്യമായിട്ട്? ദേവൂന്ന് പശു വിളിക്കണല്ലേ, അത് വെച്ച് വിളിക്കും. ഇപ്പം പറഞ്ഞപ്പം ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ അപ്പുറത്തെ പാസഞ്ചർ സീറ്റ് ഇരിക്കുന്ന ജഗദീഷ് സാറാണ്. അപ്പം ഭയങ്കര ഓൺസോമ്പിൾ കാസ്റ്റും ആണ്. ഭയങ്കര ലെജൻഡറി ആക്ടേഴ്സ് സ്ഫടികം ജോർജ് സാർ വരുന്നത്. ഇത്രയും സീനിയേഴ്സിന്റെ കൂടെ അപ്പം സീനിയേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പെർസ്പെക്ടീവ് എനിക്കറിയണം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയാ, ജഗദീഷേട്ടൻ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു സീനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഇൻഹിബിഷൻ അല്ല, ഒരു പേടിയൊക്കെ കാണുമല്ലോ, സീനിയർ ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നും നമ്മൾ പറയില്ല. പക്ഷെ ജഗദീഷേട്ടൻ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ അത് പറയുന്നുള്ളു. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നമ്മളും പറഞ്ഞ് നമ്മളിത് ഒരുമിച്ചാ ചെയ്യുന്നത്. ജസ്റ്റ് ബിക്കോസ് ഞാൻ സീനിയറാ അതുകൊണ്ട് ഞാൻ പറയണ പോലെ കേൾക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് തരുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇപ്പൊ സ്പടികം ജോർജ് സാർ ആയാലും അല്ലെങ്കിൽ കനക ചേച്ചി, ഇവർക്കായിട്ട് കുറെ സീനുകളുണ്ട്. അപ്പൊ ഭയങ്കര നോബി ചേട്ടനുണ്ട്, നത്തുണ്ട്, അഖിലേട്ടൻ, ഇവരൊക്കെ ആയിട്ടുള്ള സീനുകളൊക്കെ ഭയങ്കര കുറച്ചും കൂടെ എൻജോയ് ചെയ്തു. പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പൊ ഒരു 2 പേജ് സീനായിരിക്കും, പക്ഷെ പെട്ടെന്ന് തീർന്നു. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കൂടുതലും ഉണ്ടായത് ജഗദീഷ് സാറിന്റെ കൂടെ ആയിരുന്നു. അതും അങ്ങനെ അത്രയും ഇൻഡെപ്ത് ആയിട്ടില്ല സാറിന്റെ കൂടെ. പക്ഷെ ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു സെറ്റില്. കാരണം സാർ ആസ് എ പേഴ്സൺ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. എസ്പെഷ്യലി പ്രൊഫസറും കൂടെയൊക്കെ ആയതുകൊണ്ട് എന്റെ കൈയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അല്ല, അത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. നമ്മള് ഞാൻ KV പഠിച്ചേ. അപ്പൊ അവിടുന്ന് ഈ കൈകൊണ്ട് ഈ ഡ്രാമ ടീച്ചേഴ്സിന് മുമ്പ് കളിക്കാതിരിക്കാനാണ് തോന്നുന്നു. നമ്മള് ടീച്ചേഴ്സിന്റെ അടുത്ത് മിണ്ടുമ്പോ ഇങ്ങനെയാ മിണ്ടണ്ടേ. ആ ശീലം ഇപ്പോഴും പോയിട്ടില്ല എന്ന് ഇങ്ങനെ മനസ്സിലാക്കുന്ന ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻസ് ഒക്കെ വരുമ്പോഴാണ്. സാറിന്റെ അടുത്ത് മിണ്ടുമ്പോ അറിയാതെ ഇങ്ങനെയൊക്കെ പോവും, ഇങ്ങനെ കൈയൊക്കെ ബാക്കിലൊക്കെ പോവും. പക്ഷെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു ഏജിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ സാർ ഭയങ്കര സീനിയർ ആന്നുള്ളതോ ആ ഒരു വ്യത്യാസമൊന്നും സാറ് നമ്മളെ അറിയിപ്പിച്ചില്ല. നമ്മളെ എനർജി പോകുമ്പോഴും സാറ് എനർജിയിൽ നിൽക്കുമായിരിക്കും. നമ്മളെക്കാൾ ഭയങ്കര ഏറ്റവും എനർജി ഓൺ സെറ്റ് ഒക്കെ ശരിക്കും നേരത്തെ പറഞ്ഞ ഹൈപ്പ് തരുന്ന നെവർ എ ഡൾ മൂമെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവികയ്ക്ക് ഇപ്പൊ ഭയങ്കര ഒരു ലക്കും കൂടെയാണ്. കാരണം ഫസ്റ്റ് പടം തൊട്ട് ഭയങ്കര ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെ ശ്രീനിവാസൻ സാർ ഉണ്ട്, ഇന്നസെന്റ് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ജയറാം സാറിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം രണ്ടുപേർക്കും അതുപോലത്തെ ഒരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇത്രയും കരിയറിൽ പഠിച്ചിട്ടുള്ള സീനിയേഴ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ലെസൺ വാട്ട് വുഡ് ദാറ്റ് ബി? അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ വിജയരാഘവൻ സാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷമി ചേട്ടൻ, ജോൺ ചേട്ടൻ ഒക്കെ വർക്ക് ചെയ്യും. പിന്നെ ഞാനിപ്പോ ജഗദീഷ് ചേട്ടനായാലും എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും ദേ ഹാവ് സീൻ എവറിത്തിങ്, ഡൺ എവറിത്തിങ്. ഭയങ്കര സ്ട്രോങ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ട് ഇവർക്കെല്ലാം. പക്ഷെ സ്റ്റിൽ വെരി യെറ്റ് ഡൗൺ ടു എർത്ത് എന്നുള്ളൊരു ഇത്. എല്ലാം കഴിഞ്ഞു, എല്ലാം കണ്ടു, ഇപ്പോഴും ദേ ആർ സ്റ്റിൽ കോൺകറിങ് തിങ്സ്. എന്നിട്ടും ആ ഒരു എന്താ പറയാ, അങ്ങനെ അതിൻ്റെതായ ഒരു പൊസിഷനോ അതൊന്നും ഹോൾഡ് ചെയ്യാണ്ട് വെരി ഡൗൺ ടു എർത്തും നമ്മുടെ അടുത്തൊക്കെ വന്ന് അല്ലെങ്കിൽ ആ ഒരു സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളെയും കംഫർട്ടബിൾ ആക്കുക, അവരുടെ സ്പേസ് ഇട്ട് വെൽക്കം ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. നമുക്കൊരു സ്പേസ് തരാ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അത് അംഗീകരിക്കുക. അല്ല ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യുന്നത് അതുകൊണ്ട് അത് സമ്മതിക്കില്ല, അങ്ങനെ ഒന്നും ഇല്ല. അവരും ഭയങ്കര പുതിയ കാര്യങ്ങൾ ഭയങ്കര വെൽക്കമിങ് ആണ്. ലിറ്ററലി സെയിം തന്നെ.
ഇപ്പം അത് പറ്റില്ല. അപ്പം ഞാൻ പ്രകാശൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലളിത ആന്റിന്റെ അടുത്ത് എനിക്ക് ലളിത ആന്റി, ഇന്നസെന്റ് അങ്കിൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കിട്ടിയാൽ ഞാൻ പിന്നെ അവരുടെ അടുത്ത് മാറില്ല. ലളിത ആന്റി ഒക്കെ ഇരുന്ന് ഒരു കുറച്ച് സമയം ഉണ്ടെങ്കിൽ തന്നെ വാ മോളെ നമുക്ക് വായിച്ചു നോക്കാന്ന് പറഞ്ഞ് നമ്മള് സീനൊക്കെ വായിച്ചു നോക്കുക. നമ്മൾ രണ്ടുപേരും ഒരു റൂമിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ, എന്ത് നന്നാക്കണം 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 എന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ അവരൊന്നും ആക്ച്വലി ട്രൈ കൂടെ ചെയ്യണ്ട നന്നാവാൻ വേണ്ടി, ചുമ്മാ വന്ന് പറഞ്ഞാൽ തന്നെ ശരിയാവേണ്ടതാണ്. അപ്പോ എന്നാലും ആ അറിവ് ഉണ്ടായിട്ടും കൂടെ പിന്നെ എന്തെങ്കിലും ഇംപ്രോവ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ, ഇത് ഈ സിറ്റുവേഷൻ എങ്ങനെ ഇതിനെക്കാട്ടും ബെറ്റർ ആക്കാന്നുള്ള ഒരൊറ്റ കാര്യമാണ് എല്ലാരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ഇനി മാത്യുവിനോട് ചോദിക്കണം ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട്, അഡ്മിറേഷൻ ഒക്കെ തോന്നിയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പൊ നമുക്ക് പലപ്പോഴും പല റിവ്യൂസ്, പല കോമന്റ്സ് നമ്മൾ കേൾക്കും, മീംസ് ആയിട്ട് ഇറങ്ങും, പ്രോസ് ആയിട്ട് ഇറങ്ങും. പക്ഷെ ഇതിനെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് മാത്യു എപ്പോഴും എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പടത്തിന്റെ ഒരു ചോദ്യം തന്നെ അതാണ്, സുഖമാണോ. അപ്പൊ അതില് തിയോ തന്നെ പറയുന്നുണ്ട് എന്നോട് ആരും അങ്ങനെ ചോദിക്കാനില്ല. അപ്പൊ ഒബ്വിയസ്ലി മാത്യുവിന് ഇപ്പൊ പോസിറ്റീവ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഒരു സർക്കിൾ കാണും. മാത്യുവിന്റെ തന്നെ ഒരു പേഴ്സണൽ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ. അപ്പൊ മാത്യുവിനെ എങ്ങനെ, എന്താണ് ആ ഒരു പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ എന്താ പറയാ പുഷ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഇഷ്ടവും ഈ ജനറലി ഈ ഫീൽഡിനോടുള്ള അല്ലെങ്കിൽ ആ ആക്ടിങ് എന്നുള്ള പ്രോസസ്സിനോടൊക്കെ ഉള്ള ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ ആയിരിക്കാം. അപ്പൊ അതിൽ വീണ്ടും അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ പറഞ്ഞ റെസ്പെക്റ്റീവ് ഓഫ് ദ റിസൾട്ട്, ഫെയിലിയർ ഓർ സക്സസ്, നമ്മള് മൊമെന്റിൽ ആ ഷോട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ അതിനോടൊപ്പമുള്ള ഇഷ്ടം കാരണം നമുക്ക് വീണ്ടും വീണ്ടും ബെറ്റർ ആക്കണം, ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഇതുള്ളതുകൊണ്ട് അതായിരിക്കണം ചിലപ്പോ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം നേരത്തെ തിയോ പറയുന്നത് പോലെ എന്നോട് ചോദിക്കാൻ ആരും ഇല്ല. അപ്പം മാത്യുവിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഫ്രണ്ട്സ് സിനിമയിലും ഓഫ് ദ ഫിലിമിലല്ലാത്ത ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ അല്ല ഞാൻ പറഞ്ഞ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും വീട്ടില് പെട്ടെന്ന് അമ്മയ്ക്ക് അച്ഛനൊക്കെ മനസ്സിലായി എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അല്ലേ എന്നുള്ള ചോദ്യം വരും. മുഖം മാറുമോ? മുഖം മാറുന്നതിന്റെ അത് മുഖം മാറിയല്ലോ മനസ്സിലാവുമല്ലോ. ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ പറയായിരുന്നു, ഇപ്പൊ എന്റെ പ്രശ്നം ചിലപ്പോ അവർക്ക് റിലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലായിരിക്കും. ബട്ട് അവര് നമ്മളെന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോ തന്നെ വിൽ ബി ഓക്കെ. ചിലപ്പോ ആ പ്രോബ്ലത്തിൽ നിന്ന് കുറച്ച് വിട്ട് വെക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു റിലീഫ് ആവും. അപ്പൊ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. സിനിമയിലെ ഫ്രണ്ട്സ് ആരോട് അങ്ങനെ കുറെ പേരുണ്ട്. എനിക്ക് നെസ്ലിൻ, സംഗീതേട്ടൻ നിസാർ, ചമൻ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഡയറക്ടർ അരുൺ ജോസ്, തോമസ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഗ്യാങ്, നിങ്ങളുടെ അവരൊരു ഗ്യാങ് ആക്ച്വലി. സംഗീതേട്ടൻ, തോമസ് ഏട്ടനും ചമനും, അവര് മൂന്നും ഷമീർക്കോടൊപ്പമായിരുന്നു. അപ്പൊ ഞാനെങ്ങനെയോ നമുക്കൊരു സ്പേസ് കിട്ടി അവിടെ. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? സുഖമാണോ? സുഖമായിട്ട് പോകണം എന്നുള്ളതാണ് പ്രതീക്ഷ. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോയി. കുറെ സുഖമാണ് എന്താ നിങ്ങളുടെ പ്രതീക്ഷ? സുഖമാണെന്നോ? അപ്പൊ എന്താ പ്രതീക്ഷ? സുഖമാണ് ഫിലിമിൽ എന്താ പ്രതീക്ഷയാണ്? ഫിലിം എല്ലാവർക്കും ഇഷ്ടമാവണം എന്നാണ് പ്രതീക്ഷ. അതെ, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എലിമെന്റ് ഉണ്ടാവും. സ്ലൈസ് ഓഫ് ലൈഫ്. ബേസിക്കലി ഭയങ്കര അങ്ങനെ അല്ല. ഐ എം നോട്ട് എക്സ്പെക്ടിങ് പീപ്പിൾ ടു ഭയങ്കരമായിട്ട് ചിരിക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയാനോ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയല്ല. എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുക, ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ നൈസ് വാച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കഥ കേട്ടപ്പോഴൊക്കെ ആയാലും ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് ബേസിക്കലി ഒരാൾ വേണമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രേറ്റ്ഫുൾനെസിന്റെ ഫീലിംഗും എല്ലാം അങ്ങനെ ഒരു വളരെ ഒരു സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചെറിയ മൊമെന്റ്സ്. അതെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹ്യൂമൻ കണക്ഷൻസ് ആണല്ലോ. അത് ഇല്ലാതാവുമ്പോ എങ്ങനെയാണോ, ഉണ്ടാവുമ്പം എന്തൊക്കെ സംഭവിക്കുന്നു, അതിലേക്ക് എത്താനുള്ള ജേർണി എന്താണ്, അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എല്ലാവർക്കും എപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നോ ഫാമിലിയുടെ അടുത്ത് ഭയങ്കര അടിപൊളി റിലേഷൻസ് ആവണമെന്നോ അങ്ങനെ ആവണം എന്നില്ലല്ലോ. ചില പോയിന്റിൽ എല്ലാവർക്കും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാം. ഫാമിലിന്നും ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും ഇല്ലാതിരിക്കാം. അപ്പൊ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 1-2 പോയിന്റെങ്കിലും പടത്തിലുണ്ടാവും എന്നാണ്
എക്സ്പെക്ടേഷൻ. അടിപൊളി. അപ്പം സുഖമായിട്ട് മാത്യു പറഞ്ഞ പോലെ സുഖമായിരിക്കും. ഫുൾ പ്രതീക്ഷ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.